ഞാൻ മാത്രമൊന്നുമല്ല, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇപ്പൊ ആട് ജീവിതത്തിന് ഭയങ്കര പാഷനോട് കൂടി ചെയ്യുന്നവരെല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട്. അല്ലാതെ പൈസക്ക് വേണ്ടിട്ട് മാത്രം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ആ ഒരു ഡെഡിക്കേഷൻ അവരുടെ അടുത്ത് നമ്മളെ എക്സ്പെക്ട് ചെയ്യരുത്. കഥകളൊക്കെ അങ്ങനെയല്ല, ഡ്രാമയിലൊക്കെ പറഞ്ഞ പോലെ പൂക്കൾ ഇങ്ങനെ ബാക്കിലൂടെ പോവുക. ഞാൻ ഇരുത്തിക്കൊണ്ട് പറയല്ല, ദുഷ്ടനാ. ഓഹോ, അപ്പൊ നാളെ നീ വരുന്നുണ്ടോ? എടാ ഇതാണ് സർപ്രൈസ്. അല്ല, പെൺകുട്ടികളുടെ ആണെങ്കിൽ അവന് മാത്രമേ പറ്റുള്ളൂ. അയ്യോ, പ്രണയിക്കാൻ ചെറുപ്പം മുതലേ പ്രണയം എന്ന സംഭവത്തോട് ഇഷ്ടമുള്ള ഒരാളാണ് ഈ പറയുന്നത്. മമ്മുക, ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, എവറി റിലേഷൻ ഹാസ് ബോർഡേഴ്സ്. ബിക്കോസ് നമുക്ക് ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ എപ്പോഴും ആർഗ്യൂ ചെയ്യും, ബട്ട് വി ഹാവ് ഓൺലി ലിബർട്ടി. നമ്മളുടെ സെൽഫിന് മാത്രം അറിയുന്ന തെറ്റുകളും ശരികളും ഉണ്ട്. അപ്പൊ അത് തെറ്റല്ല എന്ന് നമ്മൾ വേറെ ആളെ ബോധ്യപ്പെടുത്തുമ്പോഴും ഈ സാക്ഷിക്ക് അറിയാം അത് തെറ്റാണ്. കട്ട് ഓഫ് ചെയ്യാൻ എനിക്ക് ഞാൻ ഈസി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അതാണ് യാത്ര. പിന്നെ ഒരു ഏറ്റവും എളുപ്പത്തിൽ പോയിക്കൊണ്ടിരുന്നത് ഞാൻ കുടജാദ്രിയിലാണ്, നടന്നു പോകുമായിരുന്നു. അത് കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിനേട്ടന്റെ കരിയറിനെ കുറിച്ചൊക്കെ ഇപ്പൊ പറയുമ്പോഴേ എല്ലാവരുടെ അടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് സിനിമകൾ ഇഷ്ടമാണ്. ഇപ്പം വന്നിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും മനസ്സിൽ എന്നും ഒരു പ്രത്യേക ഒരു ഇതാണ് ദേവദൂതൻ. അതിനകത്ത് ആ ഒരു അന്ന് അതിനെ കുറിച്ച് ആ നല്ല മൊമെന്റ്സിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? ദേവദൂതനിൽ ഞാൻ ലാലേട്ടനുമായിട്ട് കുറേ സിനിമകൾ ചെയ്തിട്ട് ഒരു ഗ്യാപ്പിന് ശേഷമാണ് എനിക്ക് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ. കാരണം നമ്മൾ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് പിന്നെ മെച്ചുവേർഡ് ആവുന്ന ഒരു പീരീഡിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് വരും. അതെ, കാരണം അത്തരം ക്യാരക്ടേഴ്സ് നമ്മൾ എഴുതുമ്പോൾ വരില്ല. ഒന്നുകിൽ ഒരാളുടെ അനിയനായിട്ടൊക്കെ വളരെ അപൂർവമേ അത്തരം ക്യാരക്ടേഴ്സ് സിനിമയിൽ വരാറ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദേവദൂതന്റെ കോൾ വരുന്നതും. സിബിസാർ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ശരത്തിനെ കാണുന്നു, അത് കഴിഞ്ഞ് ഞാൻ സെറ്റിലെത്തുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ സെറ്റിലെത്തുമ്പോൾ അന്ന് ലാലേട്ടൻ കയറി വരുന്നുണ്ടായിരുന്നു, സ്റ്റെയർ കയറിയിട്ട് വരുന്നു. ലാലേട്ടൻ എന്നെ ഹഗ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അതായത് കുറേ കാലത്തിന് ശേഷം വീണ്ടും ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാനും ലാലേട്ടനും തമ്മിൽ കോമ്പിനേഷൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് ചെറിയ സങ്കടം തോന്നി. പക്ഷേ പിന്നീട് ആ ക്യാരക്ടർ എന്താണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായിട്ടുള്ളൊരു ഗാനം. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യമായിട്ട് സിനിമയിൽ ഞാൻ പാടി അഭിനയിക്കുന്നത് ഭരതത്തിലാണ്. ഭരതത്തിൻ്റെ ക്ലൈമാക്സ്, ഐ മീൻ അത് കഴിഞ്ഞിട്ട് ടെയിലെൻഡിൽ ലാലേട്ടൻ എന്നെ പാട്ട് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സീനുണ്ട്. ആ സീനിലാണ് സ്ക്രോളിംഗ് ടൈറ്റിൽ പോകുന്ന അതിലാണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് പാടി അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഫുൾ ലെങ്ത് സോങ്, അത് ദാസേട്ടൻ്റെ ഒരു സോങ്, ശബ്ദത്തിലൊരു പാട്ട്. അങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു നല്ല ഇമോഷണലി എന്നെ ഐ മീൻ ഫീൽ ചെയ്ത കുറേ മൊമെന്റ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് ടൈമിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള പട്ടികളുമായിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു. അത് ഞാൻ കുറേ സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ആദ്യം ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു പരിപാടി അതിനകത്ത് ഉണ്ടെന്ന്. അപ്പോൾ അത് ഷൂട്ടിംഗ് അന്ന് പോയെന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ അന്ന് ഡ്യൂപ്പ് ഉണ്ടായിരുന്നു അവിടെ, പക്ഷേ ഡ്യൂപ്പിനെ യൂസ് ചെയ്തിട്ടില്ല. വളരെ 1-2 ഷോട്ടിൽ മാത്രമേ ഡ്യൂപ്പ് ഷോട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ അതിനകത്തൊരു കടിയൊക്കെ കിട്ടി, പിന്നെ ഇഞ്ചക്ഷൻ ആവുന്നു, അത് കഴിഞ്ഞ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുരളിച്ചേട്ടൻ ആ സീൻ ഞാൻ ഡ്യൂപ്പില്ലാതെ ചെയ്തത് കൊണ്ട് മുരളിച്ചേട്ടൻ എൻ്റെ ഒരു ചേട്ടനെ പോലെയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞു, നീ ആരാണ്, ജയനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ വഴക്ക്. നമ്മളെപ്പോഴും ആ ഡ്യൂപ്പില്ലാണ്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ നമുക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഈ ക്യാമറയിൽ ഐ മീൻ ഫ്രെയിമിൽ വരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ധൈര്യം വരും. നമ്മളിപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്തും ഈ 4 വരകളുടെ ഇടയിലാണല്ലോ നമ്മുടെ മൊത്തം. അപ്പോൾ ആ ഫ്രെയിമിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവരുത്. അല്ലെങ്കിൽ നമ്മൾ ഈ സിനിമ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു വിശ്വാസം. ഡെഡിക്കേറ്റഡ്. ഇത് പറയുമ്പോൾ എന്താ പറയുക, ഞാൻ മാത്രമൊന്നുമല്ല, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇപ്പൊ ആട് ജീവിതത്തിന് ഭയങ്കര പാഷനോട് കൂടി ചെയ്യുന്നവരെല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട്. അല്ലാതെ പൈസക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ആ ഒരു ഡെഡിക്കേഷൻ അവരുടെ അടുത്ത് നമ്മളെ എക്സ്പെക്ട് ചെയ്യരുത്. അതല്ലാതെ പാഷനേറ്റ് ആയിട്ട് വന്ന ഇതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത് വന്ന ആളുകളുണ്ടല്ലോ, അവരെല്ലാം ഭയങ്കര പാഷനേറ്റ് ആയിട്ടും. ഓക്കെ, ഇപ്പത്തെ ഒരു പാറ്റേൺ നോക്കട്ടെ. ഇപ്പൊ നമ്മുടെ മ്യൂസിക് വന്നു. അപ്പൊ എന്താ മ്യൂസിക്? ഓ, ഇത് വിനേടനുള്ള ഒരു ഗിഫ്റ്റ് ആണ്. അതിനുള്ള ഒരു പെട്ടെന്ന് ഒരു മ്യൂസിക് വന്നേ. ഓർമ്മയുണ്ടോ വിനേടൻ? ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം.
ആ, വിനീത കൊണ്ട് ഒരു പിന്നെ, ഗിഫ്റ്റ് വന്നതാ, മനസ്സിലായോ? പിന്നെ നോക്ക് ഇത് അങ്ങനെ എന്താ ഇതിന്റെ പിന്നിലെ കഥ. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അല്ല ഈ ബുക്കപ്പോ ആ, ഞാൻ പറഞ്ഞു തരണോ കഥകൾ? ഓർമ്മയില്ല. ഒന്ന് വർഷങ്ങൾ പഴയ, കുറേ വർഷങ്ങൾക്കെന്ന് പറഞ്ഞപ്പോ ഏകദേശം ഒരു 10-20 വർഷമായിട്ടുണ്ടാവും. എന്താ അത് സംഭവം? അല്ല, എനിക്ക് ഇവരുടെ പാർവതി ബൗളിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബൗൾ സംഗീതം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈവായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ ഇപ്പോഴല്ല, ഞാൻ ഒരു സിനിമ ആലോചിച്ചപ്പോൾ അതിൻ്റെ സീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് ഞാൻ ഈ പാട്ട് വേണമെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഈ പാർവതി ബൗളിൻ്റെ ഒരുപാട് പാർവതി ബൗളിൻ്റെയും അതുപോലെ ബൗൾ സംഗീതമുള്ള വേറെ ആളുകളുണ്ട്. ഇവരുടെ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഹാർഡ് ഡിസ്കിലുണ്ട്. അപ്പോൾ ഞാൻ അന്ന് കാണുകയും പ്രോഗ്രാം എനിക്ക് ഭയങ്കര ഇഷ്ടമാവുകയൊക്കെ ചെയ്തിരുന്നു. അതല്ലാതെ വേറെ എന്താ കഥയുള്ളത്? ഇല്ല അല്ലേ, എനിക്ക് അറിഞ്ഞൂടാ. എന്നാ ദേ വരുന്നു അടുത്ത് നമുക്ക് വേറൊരു സർപ്രൈസിലുമായിട്ട് നമുക്ക് നോക്കാം. വണക്കം. വണക്കം. അപ്പൊ ഈ പാർവതി ബൗളും അതിന്റെ അത് മറന്നു പോയിരിക്കണം വിജയ്. അവിടെ ഇരിക്കും വിജേഷ് ഇരുന്നോ, മറന്ന് കണ്ട എല്ലാം മറന്ന്. ഇതുകൊണ്ടോ അത് തന്നെ ചോദിച്ചു കേട്ടില്ലേ, പാർവതി ബോളും വിജേഷും പാർവതി ബോളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നീ ഓർമ്മയില്ല? ഇവരെന്നെ വിളിച്ചപ്പോഴേ വിനീതനെ ഞെട്ടിക്കണം. അതിലേക്ക് കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് പറയട്ടെ, കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുറെ ആൾക്കാർക്ക് ചിലപ്പോ ഇങ്ങനെ ഇതാണോ ഇങ്ങനെ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ എന്ന സിനിമയിലൂടെ നൂലുണ്ടയായിട്ട് വന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നടൻ വിജേഷാണ് ഇത്. വിജേഷിനെ നമ്മൾ അങ്ങനെ കണ്ടെങ്കിലും വിനീതേട്ടനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സ്ക്രീനിലൂടെ അല്ല, അല്ലാതെയുള്ള ഇവരുടെ ഒരു ഡീപ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ സ്റ്റേജ് ഷോസിൽ നിന്നും അല്ലെ ഒക്കെ ആയിട്ട് അവർ പരിചയപ്പെട്ട ഒരു കുറെ ആ നിമിഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി പറഞ്ഞു കൊടുക്ക് ഈ ഒരു കഥ എന്താന്ന് വിനീതേട്ടന്. ഇല്ല, ഇവര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വിനീതനെ ഞെട്ടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വിനീതനെ ഞെട്ടിക്കാൻ കുറച്ച് പണിയാണ്, അങ്ങനെ പെട്ടെന്ന് ഞെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു എന്തെങ്കിലും നിങ്ങൾ മെമ്മറീസ് വല്ലതും ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ മെമ്മറീസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കബോർഡ് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഇത് കിട്ടിയത്, പാർവതി ബോളിന്റെ ബുക്കും ഈ സീഡിയും. അപ്പോൾ നമ്മളൊരിക്കൽ പാർവതി ബോളിന്റെ ഷോ കാണാൻ പോവുകയും അന്ന് രാത്രി ട്രിപ്പ് അടിച്ച് റൂമിലേക്ക് പോകാണ്ട് നേരെ മൂന്നാർ പോവുകയും ഈ പാട്ട് വെച്ചിട്ട് ഓർമ്മയുണ്ട് എനിക്ക്. പക്ഷേ വിജീഷ് എന്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ള എനിക്ക് ഓർമ്മയില്ല. അന്ന് നമ്മള് അനിലേട്ടനില്ലേ, അനിലേട്ടനാണ് കൊണ്ടുപോയത് പടത്തിന്റെ ഡയറക്ടർ. ഞാനും വിനീതും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ എറണാകുളത്ത് ആയതുകൊണ്ട് ഇങ്ങനെ ചില മൊമെന്റ്സുകൾ നമുക്ക് കിട്ടും. അപ്പൊ ഇത് അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പോയി കണ്ട് നമ്മൾ ഭയങ്കര ഹൈ ആയി. ഇത് ഈ ബൗൾ സംഗീതം എന്ന് പറയുന്നത് ഭയങ്കര സ്പിരിച്വൽ ആണ്. കൃഷ്ണൻ അങ്ങനെ മീര ആ പ്രണയത്തിൽ നിന്നൊക്കെയാണ് ഇങ്ങനെയുള്ള സംഗീതം ഉണ്ടാവുന്നത്. അപ്പോൾ അത് കേട്ടാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹൈ ആവും, ട്രിപ്പാവും. അപ്പോൾ ഇതാണെങ്കിൽ ഞങ്ങൾ മൂന്നാറിലേക്ക് പോകുമ്പോഴാണ് കാറിൽ ഭയങ്കര മഞ്ഞും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, ചാറ്റൽ മഴയും ഈ ബൗൾ സംഗീതവും. അത് ഒരിക്കലും ഞങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കിട്ടാത്തൊരു മൊമെന്റ് ആയിരുന്നു. അങ്ങനെ കുറെ നല്ല മൊമെന്റിൽ എന്റെ കൂടെ ഉണ്ടായ വളരെ സമ്പന്നനായിട്ടുള്ള ഒരാളാണിത്. പക്ഷെ നിങ്ങൾ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടേ ഇല്ലല്ലോ. ഞങ്ങൾ ആക്ച്വലി ഇപ്പൊ ഫൈനലി സൈമൺ ഡാനിയൽ എന്ന് പറയുന്നത് ഞാൻ ഹീറോ ആയിട്ടുള്ള പടത്തില് എന്റെ സ്ക്രീൻ സ്പേസ് ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്തിട്ടില്ല അല്ലേ? അന്നും പക്ഷെ നിങ്ങൾ തമ്മിൽ അപ്പൊ കണ്ടിട്ടുണ്ടാവില്ല ഷൂട്ടിന്റെ സമയത്ത്. സെവൻസിൽ ചെയ്തു നമ്മൾ. സോറി സെവൻസിൽ ഞാൻ പറയുന്ന ഞങ്ങളുടെ സൗഹൃദം തുടങ്ങുന്നത് പക്ഷെ അതിനു മുമ്പാ. അതെങ്ങനെയാ അപ്പൊ നിങ്ങളെ സൗഹൃദം തുടങ്ങിയ കഥ എന്താ? അമ്മ ഷോ അല്ലേ, കോഴിക്കോട് നടന്ന അമ്മ ഷോയില് ജിഷ്ണുവും സിദ്ധാർത്ഥും. എനിക്ക് ജിഷ്ണു ഒക്കെ ആയിട്ട് അതിന് മുമ്പ് അറിയാം, ജിഷ്ണുവിനെ, സിദ്ധുവിനെ അറിയാം. വിജീഷിനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇവരെല്ലാവരുമായിട്ട് ഈ 3 പേര് നമ്മളുടെ 3 ടീമുമായിട്ടും ഭയങ്കരമായിട്ട് കണക്ഷൻ ആവുന്നു. ഇവന്റെ കുറെ കഥകളൊക്കെ ആണോ? അങ്ങനത്തെ കുറെ കഥകളൊക്കെ ജിഷ്ണു സിദ്ധു ഒക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങള് ഇടയിലിടയിൽ കാണാറുണ്ടായിരുന്നു. പിന്നെ ഫിലിം ഫെസ്റ്റിവൽ ആണ് ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചത്. സെവൻസ് കഴിഞ്ഞതിന് ശേഷം സെവൻസിന്റെ ലൊക്കേഷനിൽ, ശരിയാണ് ഞാനത് മറന്നു, സെവൻസിൽ നമ്മൾ ഒരുമിച്ച് കുറെ ദിവസങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫിലിം ഫെസ്റ്റിവലിന് ഗോവയിലുള്ള IFFI സ്ഥിരമായിട്ട് ഞാൻ പോവാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഒരു ഫെസ്റ്റിവലിനാണ് ഞാൻ ഇവനെ കൊണ്ടുപോകുന്നത്. പക്ഷെ പിന്നീട് എപ്പൊ ഞാൻ പോകുമ്പോഴും പിന്നെ ഒഴിവാക്കാനാണ് പാട്. എനിക്ക് ഫെസ്റ്റിവലിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. എങ്ങനെയാണ് ഒറ്റയ്ക്ക് അവിടെ എത്തിപ്പെടാന്ന് എനിക്ക് അറിയാമായിരുന്നില്ല.
അപ്പോൾ വിനീതാണെങ്കിൽ ഒരുപാട് വർഷം പോയിട്ട് പരിചയമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് 2012-ലാണ് ആദ്യമായിട്ട് ഞാൻ വിനീതിനോട് പോണത്. അങ്ങനെ വിനീതിന്റെ കൂടെ ഒരു പ്രാവശ്യം പോയി. അപ്പൊ പോയപ്പോ എനിക്ക് സംഗതി കൂടി കിട്ടി, നല്ല രസമാണല്ലോ. അപ്പൊ ഇവനെ തന്നെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പുള്ളി നടത്തിക്കോളും, നമ്മൾ കൂടെ നിന്നാ മതി. റൂമാണെങ്കിൽ റൂം, എല്ലാ കാര്യങ്ങളും പുള്ളി നടത്തിക്കോളും, കൂടെ നിന്നാ മതി. അതെ, എനിക്ക് ആദ്യം ഫഹദായിരുന്നു. ഞാൻ ഷാനുവും കൂടിയാണ് ആദ്യം ഫെസ്റ്റിവലിന് പോകുന്നത്, ഫസ്റ്റ് ഗോവ ഫെസ്റ്റിവൽ. ഞങ്ങൾ അങ്ങനെ 2 പ്രാവശ്യം പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഷാനു ബിസിയായി. പിന്നെ ഞാൻ പോകുന്നതിൽ എനിക്ക് മിക്കവാറും ഞാൻ ഒറ്റയ്ക്ക് പോകും. പക്ഷെ അവിടെ എത്തിയാൽ നമുക്ക് സ്ഥിരമായിട്ട് ഫെസ്റ്റിവലിന് വരുന്ന ആളുകളുണ്ടാവും. പിന്നെ നമ്മളെപ്പോഴും സിനിമ തന്നെയാണ്. രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 3-4 സിനിമകൾ ഒരു ദിവസം കാണും. അപ്പൊ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള പിന്നൊരുത്തൻ വന്നത് ഇവനാ. അപ്പൊ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെയാണ്. ചിലപ്പോൾ ഒരേ സിനിമ നമ്മൾ കയറും, അതല്ലെങ്കിൽ ഒരു സിനിമ ഇവൻ കയറും, ഞാൻ വേറൊരു സിനിമ കയറും. ഞങ്ങൾ രണ്ടുപേരും ഈ സിനിമകളുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള മൊമെന്റ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നൂലുണ്ട വിനീതേട്ടനെ ആദ്യം കാണുമ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് കാണുമ്പോൾ വിനീതൻ ഓൾറെഡി അന്നേരം സ്റ്റാർ ആണ്, എല്ലാവരും അറിയുന്ന, നല്ല ഈ പറയുന്ന പോലെ പെട്ടെന്ന് നമുക്കൊക്കെ ഇഷ്ടം തോന്നുന്ന പോലെ അങ്ങനെ നിൽക്കുക. പക്ഷെ ഇത് ഇതിനായിട്ട് ജാട ഉണ്ടാവുമോ, ഇത് പരിചയപ്പെടാൻ എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ഒരു സംഭവം. അതെന്താ പറയുക, ജാട ഇവനാണ്. ഇവനെ നീ വിചാരിക്കുന്ന പോലെ അല്ല. പിന്നെ അത് ഒന്നാമത് നമ്മള് ഭയങ്കര ഹിറ്റായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയിട്ടാണ് പരിചയപ്പെടുന്നത്. ഹലോ, ഞാൻ ഇങ്ങനെ അത് കഴിഞ്ഞ് സെവൻസ് ചെയ്യുന്നു. സെവൻസിൽ ഓക്കെ. അപ്പൊ സെവൻസിൽ വരുമ്പോഴും ഈ പറയുന്ന പോലെ ഇവന് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. കാരണം ജോർജ് സാറിന്റെ പെറ്റാണ്. അതിനു മുമ്പ് നരനിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ജാട അപ്പോഴും ഞാൻ സഹിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പടം ചെയ്തു. ആ ചാപ്റ്റേഴ്സ് ചെയ്യുമ്പോഴാണ് ഇവൻ റാഫി സാറിന്റെ പടം അഭിനയിക്കുന്നത്. അല്ലെ, റാഫി സാറിന്റെ പടം, ഷാഫിയുടെ പടം. അപ്പൊ ആ ലൊക്കേഷനിലാണ് വരുന്നത്. അപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കുന്നു, എവിടെയാണ് ഇന്ന്, എവിടെയാണ് ഷൂട്ട്, എവിടെയാണ്? അപ്പോൾ ഞാൻ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഇത്രയും നേരം ഫോണിൽ സംസാരിച്ചതല്ലേ ഞാൻ. അപ്പൊ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ഒരു ഹായ് പറയണ്ടേ. ഓക്കെ 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 ഹായ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ദൂരത്ത് ഹായ് പറഞ്ഞിട്ട്, അതായത് ഇവൻ വേറെ വലിയ പടത്തിന്റെ ലൊക്കേഷനിൽ ഞങ്ങളുടെ കുഞ്ഞു പടത്തിൽ വന്ന് അങ്ങനെ ജാടയുടെ അല്ലാതെ ഞാൻ അങ്ങോട്ടല്ലാതെ ഇല്ല. എന്നിട്ടാണ് വിളിക്കാൻ ഉദ്ദേശിച്ച ആൾക്കാർ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾ ഇതേ സ്ക്രീനിലേക്ക് വരാൻ പോണു. ഹായ് വിനീതേട്ടാ, രജിത്താണ്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. പവി കെയർടേക്കർ എന്ന സിനിമ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. സോ എല്ലാ വിജയാശംസകളും നേരുന്നു. ഒപ്പം ഒരു ഭയങ്കര സർപ്രൈസിംഗ് ആയ ഫാക്ടർ അല്ല ഇത് എനിക്കും അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളവർക്കും വിനീതേട്ടൻ അറിയാവുന്നവർക്കും ഇന്ന് അറിയാം. കാരണം എന്താ വെച്ചാൽ വിനീതേട്ടൻ എന്നാണെങ്കിലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറായി മാറുമെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും മുമ്പേ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു നാച്ചുറൽ പ്രോസസ് എന്നുള്ള രീതിയിൽ ഒരു 3rd ഫിലിം ഗംഭീര ഹിറ്റ് നൽകിയ വിനീതേട്ടന് ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനും പറയാനും എല്ലാം സ്വാതന്ത്ര്യമുള്ള ഒരു ചേട്ടന്റെ സ്ഥാനത്തുള്ള ഒരു ആളാണ് വിനീതേട്ടൻ. പക്ഷെ ഞാനിപ്പോ ചോദിക്കുന്ന ചോദ്യം എന്താ പറയാ, ഒരു എന്താ പറയാ കലയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. വിനീതേട്ടൻ ഒരു കലാപ്രതിഭയായിരുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. വിനീതേട്ടൻ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസറുമാണ്. അപ്പോ അതുമായി ബന്ധപ്പെട്ടാണ് എന്റെ ചോദ്യം. വേറൊന്നുമല്ല, വിനീതേട്ടൻ ഇപ്പോഴും അതെല്ലാം പ്രാക്ടീസ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാറുണ്ടോ? എന്നെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു നൃത്ത വിസ്മയമായിട്ടുള്ള ഒരു ഷോ കാണാനുള്ളൊരു അവസരം ഉണ്ടാകുമോ? ഇതാണ് എന്റെ ചോദ്യം. താങ്ക് യു വിനീതേട്ട ആൻഡ് ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഇതിപ്പോ എന്താണെന്നറിയോ, രജത് മേനോനാണെന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എനിക്ക് മനസ്സിലായില്ല. ഇതിപ്പോ നോക്ക്, മറ്റേ മീശയൊക്കെ ഞാൻ വിളിച്ച കൊറിയൻ പടത്തുനിന്നോ ജാപ്പാനീസ് ഫിലിം ഒക്കെ ഇറങ്ങി നമുക്ക് പറ്റിയെന്ന് അല്ലേ? വേറെ തന്നെ ഒരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞു വരുന്ന ഒരു ഫീൽ നന്നായിട്ടുണ്ട്. കാരണം ഈ ഒരു അപ്പിയറൻസ് ചേഞ്ച് ഭയങ്കര രസമുണ്ട്. നൈസ്. അപ്പൊ രജത്ത്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ? രജത്ത് ആക്ച്വലി രജത്തിന്റെ സിസ്റ്റർ, ചേച്ചിയുടെ ഒരു അടുത്ത സുഹൃത്ത് എന്റെ സുഹൃത്താണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോ, അന്ന് 9th അങ്ങനെ എന്തോ പഠിക്കുക, അങ്ങനെ എന്റെ കൂടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോയതാണ്. പിന്നീട് ഞങ്ങള് ലൊക്കേഷനിലാണ് കാണുന്നത്, ചാപ്റ്റേഴ്സിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. അതിനകത്ത് ഒരു സോങ് സുനിൽ ചെയ്യുന്ന സമയത്ത് ഞാനും അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ അത് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അങ്ങനെ ആ സെറ്റിലാണ് ഞങ്ങൾ ശരിക്കും, അല്ലെ, നമ്മള് എടാ അത് ഞാൻ മറന്നല്ലോ, നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ചാപ്റ്റേഴ്സും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നില്ലേ? സീക്വൻസിലില്ല അല്ലെ? സെയിം സീക്വൻസിലില്ല. അതെ, സെയിം സീക്വൻസിലില്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായ സിനിമയാണത്. അപ്പൊ അതിലാണ് രജത്തുമായിട്ട് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും. ഭയങ്കര രസമുള്ളൊരു പേഴ്സണാലിറ്റിയാണ് രജത്ത്.
രേത്ത് എപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ രേത്ത് ഇവിടെ കൊട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ രേത്ത് ചാരി നിൽക്കുകയാണെങ്കിൽ അവിടെ കൊട്ടിക്കൊണ്ടിരിക്കും. രേത്ത് ഭയങ്കര ഫുൾ ടൈം മ്യൂസിക് ആണ്. മ്യൂസിക് ഉള്ള ഒരു ഫുൾ ടൈം വെള്ളം കുടിക്കാൻ. വെള്ളം കുടിക്കണം. അപ്പൊ നമ്മളെ ലൊക്കേഷനിൽ ഒരാൾ ചില വെള്ളം ഒന്നും കഴിക്കില്ല, അപ്പൊ ഇവിടുന്ന് വെള്ളം കുടിക്കും. ഇയാളെന്നെ ഇപ്പുറത്ത് നന്നാ ശരി ഇവിടുന്ന് വെള്ളം കുടിക്കും. ഭയങ്കര കുടിയനാണ്, കുടിയനാണ്, ഇപ്പൊ വെള്ളം കുടിയനാണ്. അപ്പൊ രജത്തെ ചോദ്യത്തിന് ആൻസർ ചെയ്യൂ. അല്ല, അത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഞാൻ സീരിയസ് ആയിട്ട് ഒരു ഡാൻസ് പ്രൊഡക്ഷൻ എനിക്ക് പ്ലാൻ ഉണ്ട്. അതിനുള്ള മ്യൂസിക്സ് ആയാലും അല്ലെങ്കിൽ അതിനകത്ത് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഞാൻ പലപ്പോഴും ഒരു സിനിമ ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ ഞാൻ എന്റെ ഫ്യൂച്ചർ പ്രൊജക്ട്സിനൊക്കെ ഒരു ഫോൾഡർ ഉണ്ടാവും എന്റെ സിസ്റ്റത്തിൽ. പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളിങ്ങനെ കളക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു സംഭവത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതുമായിട്ട് വേണ്ട മെറ്റീരിയൽസ് നമുക്ക് വേണം. അപ്പൊ അത്തരത്തിൽ എനിക്ക് പല ആലോചനകളിലും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഈ ഡാൻസുമായി ബന്ധപ്പെട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ കളക്ട് ചെയ്തിട്ടും നോട്ട് ചെയ്തിട്ടൊക്കെ വെക്കുന്നുണ്ട്. അത് ടൈം ആകുമ്പോൾ വരും. ഇതൊക്കെ നമ്മളുടെ തീരുമാനം മാത്രമല്ല, അതിലൊരു സമയം കൂടെ ഫേവർ ചെയ്യും. ഈ വിനയേട്ടന്റെ കൂടെ ഇപ്പൊ അഭിനയിച്ചിട്ടുള്ളതും ഒരു ആക്ടർ എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ നൂലുണ്ടയ്ക്ക് കൂടുതൽ അറിയണേ. നിങ്ങൾ ഒരുമിച്ച് ഇപ്പൊ വിനീതേട്ടൻ്റെ ഒരു ഡയറക്ഷനിൽ നൂലുണ്ട കൂടുതൽ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ആ ഒരു പാറ്റേൺ ഓഫ് ഡയറക്ഷൻ എങ്ങനെയാണ്, പുള്ളിയുടെ ഒരു വർക്ക് സ്റ്റൈൽ എങ്ങനെയാണ്, ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ തന്നെ നൂലുണ്ടയും ഉള്ള സ്ഥിതിക്ക് മറ്റുള്ളവർ പറഞ്ഞിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ പല പല കാര്യങ്ങൾ അറിയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ഇങ്ങനെ ഒരു ഡയറക്ടറിനെ കുറിച്ച് എന്താണ് നൂലുണ്ട കേട്ടിരിക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ? ഞങ്ങൾ അതായത് വിനീതിന്റെയും എന്റെയും ടേസ്റ്റ് ടോട്ടലി ഡിഫറൻസ് ആണ്, ഭയങ്കര ഡിഫറെന്റ് ആണ്. പക്ഷെ വിനീതിന്റെ വിഷൻ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോ ഇവനിപ്പോ ചെയ്ത സിനിമകൾ പോയാൽ ഞാനല്ല, ഇപ്പൊ പവി കെയർ ടേക്കർ ആണെങ്കിലും, ഇപ്പൊ പവി റീസെന്റ് ഞാൻ പറയാൻ പറഞ്ഞു ഗംഭീര സിനിമയായിരുന്നു. അപ്പോ ഇവൻ എന്നോട് വേറെ കുറെ സബ്ജക്റ്റുകൾ പറഞ്ഞിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് സബ്ജക്റ്റുകളാണ്. അതൊക്കെ സിനിമ കാണുന്നുണ്ടെങ്കിൽ ബ്രില്യൻ സിനിമകളാണ്. നമുക്ക് ഭയങ്കര പിന്നെ ഇവൻ ഭയങ്കര നല്ല സ്റ്റോറി ടെല്ലറാണ്. അപ്പൊ ആ ഒരു കഥ നമ്മളെ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് നല്ല രസമാണ്. കറക്റ്റ് ഒരു ഷോർട്ട് വോയിസും അത് ഉദ്ദേശിക്കുന്ന രീതിയും. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഭയങ്കര നറേഷൻ ഇവൻ എന്തോ എന്റെ അടുത്ത് പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് ഗോവയിൽ ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ് മിക്കവാറും ഞങ്ങൾ ഒരേ റൂമിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഞങ്ങളിങ്ങനെ കഥകൾ പറയും. ഇപ്പൊ നമ്മൾ കണ്ട സിനിമ ചിലപ്പോൾ ഞാൻ ആലോചിക്കുന്ന തോട്ടുമായിട്ട് എവിടെയെങ്കിലും കണക്ട് ആണെങ്കിൽ, കാരണം കുറേ കഥകൾ ഈ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു എലമെന്റ് വന്ന് അതിനെ തട്ടുമ്പോഴാണ് നമ്മൾ ആ കഥ ഓർക്കുക. അപ്പൊ അങ്ങനെ ഒരുവിധം എനിക്കറിയില്ല, ഇവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ ചിലപ്പോൾ ഇവൻ എന്റെ കഥകളൊക്കെ എടുത്ത് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പിടിച്ചു വെക്കും, വിജിഷേ എന്തെന്ന് ഇപ്പോഴത്തെ പരിപാടി. അപ്പൊ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് കഥകൾ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സിനിമയായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള കഥകൾ, ചിലത് ഫുൾ ഐ മീൻ ഒരു ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ആയ കഥകൾ. അപ്പൊ എന്നെ പലപ്പോഴും ഇവൻ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, അത് ചെയ് ഇത് ചെയ് എന്നൊക്കെ പറയും. പക്ഷെ ഞാനതിങ്ങനെ മാറ്റി കാരണം അതിന് നമ്മൾ തന്നെ എഴുതുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം പണിയെടുക്കണം. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ മടി വെച്ചിട്ടാണ് വേറെ റൈറ്റേഴ്സുമായിട്ട് സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാനിപ്പോ 2 പ്രൊജക്ടുകൾ ഞാൻ എന്റെ തന്നെ കഥയാണ് വർക്ക് ചെയ്യുന്നത്. അതന്നെ. ഇപ്പൊ ഞാൻ എപ്പോഴും നോക്കിയപ്പോ ഇവൻ ചെയ്ത 2 സിനിമകളും ഡയറക്ട് ചെയ്ത 3 പടം. അപ്പോ റൈറ്റേഴ്സ് വേറെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ വിനീതിനോട് ചോദിച്ചാണ്, എന്തുകൊണ്ട് നീ എഴുതുന്ന സബ്ജക്ട് സിനിമയാക്കുന്നില്ല? കാരണം അത് ബ്രില്യൻ സിനിമകളാണ്, നമുക്ക് വേൾഡ് മാർക്കറ്റിലേക്കൊക്കെ എടുത്ത് കാണിക്കാൻ പറ്റിയ പോലത്തെ സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഫ്യൂച്ചറിൽ അത് പ്ലാൻ ഉള്ള സ്ഥിതിക്ക് നല്ലതാണ്. പിന്നെ ഭയങ്കര വിഷനാണ്. നമ്മള് ഞാൻ ഇരുത്തിക്കൊണ്ട് പറയല്ല, ദുഷ്ടനാണ്. എന്നാലും എന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ശ്രീനേട്ടൻ പറഞ്ഞ പോലെ ജിഷിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുറേം കൂടെ സൂപ്പർ നാച്ചുറൽ, ഏലിയൻസ്, സയൻസ് ഫിക്ഷൻ ഇത്തരം കഥകളോടും ഇഷ്ടവും അങ്ങനെയുള്ള കഥകൾ ആലോചിക്കുകയും. അപ്പൊ ഞാനാണെങ്കിൽ കുറേ കൂടെ ലൈഫ് റിയലിസ്റ്റിക് ആയിട്ടുള്ള എനിക്കെപ്പോഴും മനുഷ്യരുടെ കോംപ്ലക്സിറ്റികൾ ഉണ്ടല്ലോ, നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രണയത്തിലും അങ്ങനെ ഉണ്ടാകുന്ന കോംപ്ലക്സിറ്റികൾ. അവൻ വേറെ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അവൻ മനുഷ്യരിൽ വിട്ടുപോയി. അവൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നത് വിജീഷ് അല്ല, വിജീഷിന്റെ ഒരു അതിൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും തർക്കിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ജിജോയ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ജിജോയ് എപ്പോഴും ഒരു ഏലിയന്റെ വിഷയം എടുത്തിട്ടു, പിന്നെ വിടുന്നില്ല. 2 പേരും കൂടെ അങ്ങോട്ട് ഏലിയൻസിനെ കുറിച്ചുള്ള അടിയാണ്. മറ്റേ ഏലിയൻ ഉണ്ടെന്നൊരാള് ഇല്ലാന്നൊരാള്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ സമയം ഇല്ല, ഈ കാണുന്നതൊന്നും നമ്മളല്ല, എവിടേക്കോ ലെനയുടെ ഒരു ഇതിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോ ഞാൻ പിടിച്ചു വെച്ചു, വിജീഷ് കൺട്രോൾ. കാരണം വിജീഷ് നഷ്ടപ്പെട്ടു പോകും, നമുക്ക് വേറെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
വേറെ എന്തൊക്കെയാണ് അറിയാൻ അത് ആലോചിച്ചോളൂ. വേറെ എന്തെങ്കിലും ഒക്കെ ഉള്ളെങ്കിൽ കാര്യങ്ങൾ അതിന്റെ രസം പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. പറയാം. അതായത് ഞാനും വിജീഷും സംസാരിച്ചിട്ട് കുറെ ദിവസങ്ങളായി. ആ അപ്പൊ ഇന്നലെ രാത്രി എനിക്ക് സിനിമ കണ്ടതിന്റെ ഇവൻ ഒരു ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ സിനിമ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ലേറ്റ് നൈറ്റ് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഐ മീൻ ഇന്നലെ കുറെ പ്രൊമോഷൻ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിജീഷ് ഉറങ്ങി. അപ്പോൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ ഒരു കൂട്ടുകാരൻ്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടാണോ ചെയ്യുക, വിളിച്ച് പറയണ്ടേ, അല്ലാതെ ഞാൻ നാളെ നേരിട്ട് കാണുമ്പോൾ പറയാന്ന് വിചാരിച്ചിട്ടാ. ഞാൻ നാളെ നേരിട്ട് കാണാൻ അല്ല എന്തോ ഒരു ഇന്റർവ്യൂ, അയ്യോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഓഹോ അപ്പൊ നാളെ നീ വരുന്നുണ്ടോ? എടാ ഇതാണ് സർപ്രൈസ്. ഞങ്ങൾ അവിടെ പോയി. അതാണ് എന്നോട് വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മിണ്ടർ. അപ്പൊ എന്ത് സർപ്രൈസ്, അതൊക്കെ ഓൾറെഡി അറിയാം. ഞാൻ പൊട്ടിച്ചിട്ടാണോ വന്നേ? രഹസ്യങ്ങളൊന്നും അപ്പൊ പറയാൻ കൊള്ളില്ല. പാതി ഉറക്കത്തിലായിരുന്നു. രണ്ട്, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇന്നലെ രാത്രി, അത് നമ്മൾ പറയില്ല ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയില്ല, അപ്പൊ വിളിച്ചത്. അങ്ങനെ വിളിച്ചപ്പോഴാണ്. അപ്പൊ എന്നിട്ട് എന്നോട് ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ സർപ്രൈസ് അഭിനയിക്കണേ, ഇല്ലെങ്കിൽ ഞാൻ പൊളിയും. എടാ കള്ള അഭിനയിക്കാനോ പറഞ്ഞൂടെ. ഇവള് രമ്യനോട് ചോദിച്ചു, പറഞ്ഞിരുന്നോ ചോദിച്ചു. അപ്പൊ ഞാൻ ഇനിയിപ്പോ എന്താ പറയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഇവള് പുറത്തേക്ക് പോയോടെ ഞാൻ വിളിച്ചു, പിന്നെ ഇതിനെ എന്നെ കാണുമ്പോ ഞെട്ടിക്കോളണേ. നമ്മളല്ലേ തോറ്റത്. ഇനി ഇങ്ങനെയുള്ള ലോല മനസ്സുകാരെ നമുക്ക് സർപ്രൈസ് ഫാക്ടേഴ്സ് ആയിട്ട് വിളിക്കാം. ഇവൻ പാതി ഉറക്കത്തിലാണ്ട് കയ്യിന്ന് പോയതാ. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു, വിജിഷ ഇത് സർപ്രൈസ് ആക്കി അവര് വെച്ച കാര്യമാണ്. ആണോ? വിട്ടുപോയി. ഇനി ഇതേ നമുക്കിവിടെ വീഡിയോയിൽ നമുക്കൊരു സാധനം കാണാം. രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് ഞങ്ങളെ പറ്റിച്ചതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കിട്ടൊരു പണി തരാൻ പോവാ കേട്ടോ. രണ്ടുപേരും നോക്ക്, വിനീതന്റെ സുന്ദരമായ കണ്ണുകൾ ഇതേപോലെ ഇതുണ്ട്. കണ്ണ് മാത്രം, ഈ കണ്ണുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് വിനീത് കുമാറിന്റെ കണ്ണുകളാണ്, ഒരു ഡൗട്ടും ഇല്ല. പെട്ടെന്ന് എല്ലാവരും വരും. ഈ രണ്ടുപേർക്കും കൂടെ ഉള്ളൊരു ഇതാണ്, ഞാൻ ഇതുപോലെ കുറച്ച് ആൾക്കാരുടെ കണ്ണുകൾ കാണിക്കും, നിങ്ങളത് കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യണം ആരുടെ കണ്ണാന്ന് പറയണം. പെൺകുട്ടികളുടെ ആണെങ്കിൽ അവന് മാത്രമേ പറ്റുള്ളൂ. അയ്യോ പ്രണയിക്കാൻ ചെറുപ്പം മുതലേ പ്രണയം എന്ന സംഭവത്തോട് ഇഷ്ടമുള്ള ഒരാളാണ് ഈ പറയുന്നത്. നോക്ക ആരുടെ കണ്ണുകളാണെന്ന്. മോനിഷ. ഇത് അല്ല, രണ്ടുപേരും പറയണം. അത് അങ്ങനെ മാറി മാറി ചോദിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്കും അറിയുന്നത് പെട്ടെന്ന് എന്നാ മാറി മാറി ചോദിക്കും. അപ്പൊ ഇവിടെ ഫസ്റ്റ് പറഞ്ഞ ഇപ്പൊ വിജീഷാണ് കേട്ടാ. അടുത്തത് ജയസൂര്യ. പെട്ടെന്ന് കിട്ടി, പെട്ടെന്ന് പറയണം. സുമലത. അറിയില്ലായിരുന്നു, പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ അത് ഞാൻ ചാലഞ്ച് ആയിട്ട് എടുത്തിട്ട് ആദ്യം ആരാ പറയുന്നത് നോക്കാം. എനിക്ക് എത്ര പോയിന്റ് ആയി? അപ്പൊ 3. ഇല്ല, വിജീഷ് ആദ്യം പറഞ്ഞ ഫസ്റ്റ്. ജയസൂര്യ പറഞ്ഞിട്ടോ. ജയസൂര്യ അതിനുശേഷം സുമലത വന്നു. സുമലത ഉള്ളു 2 2 1. രതീഷ് പോയി 2 2. സലീം കുമാർ. എന്താ വിനിയേട്ടാ 3 2. ഫഹദ് പോയി. അത് ഇവിടെ ആദ്യം പറഞ്ഞേ, എവിടെ തന്നെ ആദ്യം പറഞ്ഞത്. 4 2. എന്നാലും നിത്യ കറക്റ്റ് ആയി. അപ്പോഴാ 5 4 5 3. നമ്മൾ ഒരുമിച്ച് തന്നെ പറഞ്ഞത്. മമ്മുക. ഹലോ, ഞാനാണ് പറഞ്ഞത്. ഓ സായികുമാർ. കിട്ടി. പേര് പറഞ്ഞു വിനീത്. കഴിഞ്ഞു. ഓക്കെ. അപ്പൊ അതെന്നാലും വിജീഷാണ് കുറച്ച് ലീഡ് ചെയ്തു കേട്ടാ, കറക്റ്റ് ആയിട്ട് കാര്യങ്ങളിലേക്ക്. കൂട്ടുകാരനല്ലേ. പിന്നെ ഇനി നമുക്ക് ഈ ബുക്കിന്റെ ഇതിലേക്ക് എത്താം. ഈ ബുക്കിന്റെ അന്ന് ആ ഒരു കണ്ടു പെർഫോമൻസ് ഒക്കെ നിങ്ങൾ അന്ന് പോയപ്പോ എന്തോ വാങ്ങിയതാണ് ഈ ബുക്ക് എന്നാണ് വിജീഷ് എന്റെ അടുത്ത് പറഞ്ഞത്. അതിനുശേഷം വിനീതന്റെ ലൈഫിൽ വിനീതൻ എന്തോ ഒരു ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിബോൾ മ്യൂസിക്കിന്റെ പുറകെ പോയത്. അതിന് ശേഷം അതിന്റെ സംഭവങ്ങൾ എന്തായി? അല്ല, ഞാൻ ഈ നമ്മുടെ ഈ പാർവതി ബൗളിൻ്റെത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബൗൾ സംഗീതം തന്നെയുള്ള മെയിൽ സിംഗേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ കളക്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ CD ഞാൻ അന്ന് CD ആയിട്ട് വാങ്ങിച്ചിട്ട് ഞാനിത് MP3 ആയി കൺവേർട്ട് ചെയ്തിട്ട് എൻ്റെ ഹാർഡ് ഡിസ്കിലുണ്ട്, ഒരു ഫോൾഡർ ഉണ്ട്. അപ്പൊ ഇത് ഞാൻ ആലോചിച്ച ഒരു സബ്ജക്റ്റ് നടക്കുന്നത് കൊൽക്കത്തയിലാണ്. അപ്പൊ അതിന്റെ ടൈറ്റിൽ ട്രാക്ക് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ ആലോചിച്ചിരിക്കുന്നത് ഒരു ബൗൾ സംഗീതമാണ്. അപ്പൊ അതിപ്പോഴും സാധനം ഇപ്പോഴും കേൾക്കുന്നുണ്ട്. സബ്ജക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ സംഗീതം യൂസ് ചെയ്യും. ഓക്കെ. ഇനി ഇപ്പൊ നമ്മുടെ സ്ക്രീനിൽ എന്തെങ്കിലും വിജീഷിന് ചോദിക്കാനുണ്ടോ? നിങ്ങൾ എന്നും സംസാരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചോദിക്കാനാണ്? അവന്റെ മുഖം കണ്ടിട്ട് അവൻ വേറെ ഏതോ പടത്തിന് ഉപയോഗിക്കാൻ വെച്ചിരുന്നാണെന്ന് തോന്നുന്നു, അതാണ് അധികം കൊണ്ടുപോയി. ഇനി അടുത്ത ബോൾ. നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിനെ സ്ട്രോങ് ആക്കുന്ന നിങ്ങൾക്ക് ഇടയിൽ വേറെ അങ്ങനെ കുറെ കോമൺ ആയിട്ട് വേറെ കുറെ കോമൺ ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് ഇടയിൽ? അതോ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് വളരെ കുറവാ അല്ലേ? നമുക്ക് കോമൺ ഫ്രണ്ട്സ് വളരെ കുറച്ച്. ശില്പിയുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്.
പക്ഷേ സിനിമയിൽ നിന്ന് അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ഒരു കോമൺ ഫ്രണ്ട് ഇല്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാണ്ടല്ലോ, നമ്മൾ കണ്ടുമുട്ടിയാൽ കുറച്ച് സമയം, ഇതിപ്പം ഇന്റർവ്യൂ ആയതുകൊണ്ടാണ് നമ്മൾ ഒരു പരിധി വരെയൊക്കെ നിൽക്കുന്നത്, നമുക്ക് ചിരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. ഇവന്റെ അതിനനുസരിച്ചിട്ട് വിജീഷാണോ പറഞ്ഞേ തമാശകള് ചിരിക്കാനായിട്ട്? അല്ല, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും സംസാരിക്കാൻ സിനിമയുമായി ബന്ധപ്പെട്ട്, സിനിമയുടെ പുറത്ത്. ഒരു ദിവസം വിജീഷ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വേറെ പരിചയമുള്ള ഒരു സുഹൃത്തിന്റെ സിനിമ ഇറങ്ങി. അപ്പൊ ആ സിനിമ വിജീഷിന് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. അപ്പൊ പറഞ്ഞു കൊടുക്കണത് പറയൂ. അതെ പറ. അപ്പൊ വിജീഷ് അപ്പൊ പടം നമ്മുടെ ഒരു സുഹൃത്തിന്റെ ആണെങ്കിൽ നമ്മൾ 3 Idiots പറയുന്ന പോലെ നമുക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം നമ്മൾ തോക്കുന്നതല്ല, നമ്മുടെ ഫ്രണ്ടിന് റാങ്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ വിജീഷിന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഫ്രണ്ടിന്റെ സിനിമ നന്നായിട്ട് ഓടുന്നു. അന്ന് പുഷപ്പായിരിക്കും. അതായത് അത് നിൽക്കില്ല. സാധാരണ 50 അടിക്കുന്നതാണ്, അന്ന് 100 അടിക്കും. അപ്പോ അതേസമയം വേറെ അങ്ങനെ അല്ലാത്തൊരു ഘട്ടത്തിലാണെങ്കിൽ വിജീഷ് അന്ന് വർക്കൗട്ട് പോലും ചെയ്യില്ല, ഫുൾ ചില്ല്. ഇത് പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും കളിയാക്കും. കാരണം വേറെ ഒന്നും ചോദിക്കില്ല, ഇന്ന് പുഷപ്പ് അടിച്ചോ എന്നേ ചോദിക്കുള്ളൂ. അപ്പൊ എല്ലാം അതിനകത്തുണ്ട്, കാര്യങ്ങളെല്ലാം മനസ്സിലായി. റീസെന്റ് എല്ലാ പടം മലയാളത്തിൽ എല്ലാ പടം ഹിറ്റാണല്ലോ. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചു, എല്ലാ പടം നല്ല ഓടല്ല, അന്ന് പുഷപ്പ് എടുത്ത് മരിക്കുന്നേ. ഓക്കെ, കൊള്ളാം. അപ്പം എന്തായാലും വിജീഷ്, ഒരുപാട് സന്തോഷം. തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളുടെ സർപ്രൈസ് ഒക്കെ പൊട്ടിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോറി ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് വിജീഷ്. താങ്ക് യു സോ മച്ച്. ഇത് നമ്മൾ പോകുന്ന അടുത്ത സെഗ്മെന്റ് ലൈഫ് കാർഡ്സ് ആണ്. ഇതിൽ ഓരോ കാര്യങ്ങൾ, ഓരോ കാർഡിലും ഓരോരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വിനീതേട്ടൻ തന്നെ ഒന്ന് വായിച്ചിട്ട് വിനീതേട്ടന്റെ അഭിപ്രായം പറയാം. ഉറക്കെ വായിക്കണേ, എല്ലാവർക്കും കേൾക്കാൻ. ഇറീപ്ലേസബിൾ ലോസ്, അതായത് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ലൈഫിൽ? അങ്ങനെ ഒരു വിനീതന്റെ ലൈഫില് അങ്ങനെ ഉണ്ടായിട്ടില്ല? ഉണ്ട്. നമുക്ക് ചില ആളുകൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ, പക്ഷെ അതൊന്നും നമുക്ക് ഈ പറയുന്ന പ്രകൃതിയുടെ നിയമത്തിന്റെ ഭാഗമായിട്ട് പോകുന്നതല്ലേ. ഇപ്പൊ എൻ്റെ അച്ചാച്ചൻ പോകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര വിഷമമുള്ള സമയമാണ്. അങ്ങനെ ഉണ്ട്. പക്ഷെ അതൊന്നും പിന്നെ നമുക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചില ലോസുകൾ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഏറ്റവും നമ്മൾ വാല്യൂ ചെയ്ത റിലേഷൻഷിപ്പ് ചിലത് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെയും, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതായിട്ട് അങ്ങ് മറക്കും. സംടൈംസ് വി നീഡ് ടു റീബൂട്ട് അവർ ലൈഫ്. തോന്നിയിട്ടുണ്ട്. അങ്ങനെ റീബൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് യാത്രകളാണ്. ഞാനിപ്പോൾ എനിക്കൊരു പടം, ഇപ്പോൾ ഈ പടം കഴിഞ്ഞു, ഇപ്പോൾ ഇത് തിയേറ്ററിൽ ഉണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ, ഞാൻ ഓൾറെഡി അത് ഞാൻ ഇന്നലെയും ഒക്കെ ആയിട്ട് ഞാനത് പറഞ്ഞു, എനിക്ക് ഇനി ഞാനൊരു യാത്ര പോകുന്നുള്ളത്. എങ്ങോട്ടാ എപ്പോഴും പോകുന്ന യാത്ര? ഞാൻ ഒറ്റയ്ക്കാണ് പോകാറുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഉണ്ടാവും. അപ്പം അത് എനിക്ക് ഇഷ്ടമുള്ളൊരു ഡെസ്റ്റിനേഷൻ കണ്ടുപിടിച്ചിട്ട് പോവും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വേറൊരു ഡെസ്റ്റിനേഷൻ, അങ്ങനെ മാറി മാറി പോകുന്നതാണ്. അങ്ങനെ എത്ര ദിവസം നീണ്ട യാത്രയായിരിക്കും എപ്പോഴും? ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോൾ ഒരു 19 ദിവസം എടുത്തിരുന്നു. ഓക്കെ. ചിലത് ഷോർട്ട് ടൈം ആയിരിക്കും, ഒരു 3-4 ദിവസം കൊണ്ട് പോയിട്ട് വരും. ഒരുപാട് ദൂരേക്കാണോ അത് അടുത്തടുത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ? അല്ല, ഞാൻ ആദ്യം പോയപ്പോൾ ഞാൻ ഇവിടുന്ന് നേരെ ബോംബെയിൽ പോകുന്നു. ഇവിടുന്ന് ഫ്ലൈറ്റിന് പോയി, പിന്നെ അവിടുന്ന് ട്രെയിനിന് പോയി അഹമ്മദാബാദിൽ പോകുന്നു, അവിടുന്ന് കച്ചിലേക്ക് പോകുന്നു, പോർബന്തറിൽ പോകുന്നു, ദ്വാരകയിൽ പോകുന്നു, അങ്ങനെ കറങ്ങിയിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയപ്പോൾ ഞാൻ ഹിമാചലിലേക്കാണ് പോയത്. അപ്പോൾ ഡൽഹി പോകുന്നു, ഷിംലയിൽ പോകുന്നു, അവിടുന്ന് പിന്നെ കീ മൊണാസ്ട്രി എന്ന് പറയുന്ന ഒരു മൊണാസ്ട്രി വരെയുള്ള യാത്രയുണ്ട്. അപ്പോൾ അതിനിടയിൽ ദങ്കാർ ലേക്ക് ഉണ്ട്. അങ്ങനെ പല 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 നമ്മുടെ ഹബ്ബുകൾ നമ്മൾ കണ്ടുപിടിക്കുന്ന. അങ്ങനെ കണ്ടുപിടിച്ച് അന്ന് മൊണാസ്ട്രീസിലായിരുന്നു, ഓരോ മൊണാസ്ട്രീസിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ചില ഹോം സ്റ്റേസ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര കട്ട് ഓഫ് ചെയ്യാൻ എനിക്ക് ഞാൻ ഈസി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അതാണ് യാത്ര. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ പോയിക്കൊണ്ടിരുന്നത് ഞാൻ കുടജാദ്രിയിലാണ്, നടന്നു പോകുമായിരുന്നു. അപ്പോൾ അത് കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ പുതിയ ഏതെങ്കിലും ഇനി കണ്ടുപിടിക്കണം ഒരു സ്ഥലം. അടുത്ത സ്ഥലം ഫിക്സ് ചെയ്തു, ഇനി അടുത്ത ആഴ്ച പോകണ്ടേ എങ്ങോട്ടെങ്കിലും? അതന്നെ, അത് ഇപ്പൊ ഞാൻ ഇന്നലെ തൊട്ടിട്ടാണ് അതിന്റെ ആലോചന. തിയേറ്ററിലെത്തി എന്റെ പ്രൊമോഷൻ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാനൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി ഒന്ന് ചെയ്തും പിന്നെ വന്നു കഴിഞ്ഞാൽ പവി കെയർ ടേക്കർ അല്ല, വേറൊരു അടുത്ത പ്രൊജക്റ്റിലേക്ക് അല്ലേ? എനിക്ക് അങ്ങനെ നമ്മളെന്താ പറയുക, യാത്ര പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ വെക്കുന്ന ഒരു സാധനം ഇതാണ്. ഞാൻ നേരത്തെ എയർപോർട്ട്സ് വെക്കാറില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ ഡെസ്റ്റിനേഷൻസിൽ ഫോട്ടോ എടുക്കാൻ പോവില്ല, അല്ലെങ്കിൽ പുതിയ കഥയ്ക്ക് വേണ്ടി അന്വേഷിച്ച് പോവില്ല. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവരുത്. ഐ മീൻ നമുക്കൊരു ഫോക്കസ് ഉണ്ടാവരുത്. അങ്ങനെ ഫോക്കസ് ചെയ്ത് പോയാൽ നമ്മൾ അതിലേക്ക് തന്നെയല്ലേ എത്തുള്ളൂ. മറ്റേ നമുക്ക് പുതിയ എന്തോന്നും നമുക്ക് കിട്ടാനായിട്ടെന്ന് വിചാരിച്ചിട്ട് പോകണം. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. കണ്ണും കാതും നാളെ തന്നെ ഞാൻ പോവാണ്. അതെ, കണ്ണും കാതും തുറന്നുള്ള ഒരു യാത്ര ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പ് ഹാസ് ബോർഡേഴ്സ്. അങ്ങനെ തോന്നുന്നുണ്ടോ?
ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, എവറി റിലേഷൻ ഹാസ് ബോർഡേഴ്സ്. ആണല്ലേ? ബിക്കോസ് നമുക്ക് ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെപ്പോഴും ആർഗ്യൂ ചെയ്യും, ബട്ട് വി ഹാവ് ഓൺലി ലിബർട്ടി. ലിബർട്ടി എന്ന് പറയുന്നത് കണ്ടീഷണൽ ആയിട്ടുള്ള ഫ്രീഡമാണ്. അത് നമ്മൾ ലീഗൽ, നമ്മൾ അങ്ങനെയാണ്, ലോ അബൈഡഡ് സിറ്റിസൺസ് ആണ്. നമ്മുടെ റിലേഷൻഷിപ്പിലായാലും, അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും, സൗഹൃദത്തിലായാലും, എല്ലാത്തിനും ഒരു ബോർഡേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഇല്ല എന്ന് നമ്മൾ സങ്കല്പിക്കും. അങ്ങനെ സങ്കല്പിക്കുമ്പോഴായിരിക്കും നമുക്ക് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. ഷുവർ, അവിടെ ഒരു ബോർഡർ ഉണ്ട്. ഓക്കെ. കറക്റ്റിംഗ് മിസ്റ്റേക്സ്, ഡെഫിനറ്റ്ലി നമ്മളത് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും പോകാൻ. നമ്മൾ ഇപ്പോൾ ഞാൻ സിനിമ ചെയ്യുമ്പോഴും, ഞാൻ ഫൈനലി എൻ്റെ സിനിമ ക്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ QC, ക്വാളിറ്റി ചെക്കിംഗ് ഒരു പ്രോസസ്സ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അവരൊരു ഷോ തരും. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും പോകാറുണ്ട്. ആ സമയത്ത് തൊട്ടിട്ട് നമ്മൾ തുടങ്ങും. ഐ മീൻ, ഈ പറയുന്ന നമ്മൾ കാണുന്ന മിസ്റ്റേക്സ് ഒരുപക്ഷെ വേറെ ഒരു റിവ്യൂവറും കാണാത്ത മിസ്റ്റേക്സും പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് പോകും. ലൈഫിലും അതേപോലെ തന്നെ നമുക്ക് മിസ്റ്റേക്സ് വരുമ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും എന്താണെന്നറിയോ, അതാണ് ആദ്യം വേണ്ടത്. നമുക്ക് തെറ്റ് പറ്റിയ തെറ്റാണെന്ന് പറയാനും, വേറെ ആളുടെ ശരി കണ്ടാൽ അത് ശരിയാണെന്ന് പറയാനും നമ്മൾ അതൊന്ന് വേണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ കർമ്മ ഈസ് റിയാലിറ്റി. കർമ്മ ഈസ് റിയാലിറ്റി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എന്താണെന്നറിയോ, ഞാനിത് മുമ്പേ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഈ മനസാക്ഷി എന്ന് പറയുന്ന ഒരാളുണ്ട്. അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്, മനസാക്ഷി എന്ന് പറയാൻ കാരണം ഒരു കോടതിയുടെ മുമ്പിലും പ്രസൻറ്റ് ചെയ്യേണ്ടാത്ത ഒരു സാക്ഷിയാണ് അയാൾ. കാരണം എനിക്കും രമ്യക്കും മാത്രം അറിയുന്ന, അല്ലെങ്കിൽ നമ്മളുടെ സെൽഫിന് മാത്രം അറിയുന്ന തെറ്റുകളും ശരികളും ഉണ്ട്. അപ്പോൾ അത് തെറ്റല്ല എന്ന് നമ്മൾ വേറെ ആളെ ബോധ്യപ്പെടുത്തുമ്പോഴും ഈ സാക്ഷിക്ക് അറിയാം അത് തെറ്റാണെന്ന്. അത് നമ്മളെ ഹേർട്ട് ചെയ്യും. ആ ഹേർട്ട് ചെയ്യുന്നത് അത് വേറൊരു രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യും നമ്മുടെ ഉള്ളിൽ. ആ ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന കർമ്മ എന്ന് പറയുന്ന രീതിയിൽ അത് നമ്മളെ ബാധിക്കുന്നത്. അപ്പോൾ അത് സംഭവിക്കുന്നതിൻ്റെ റീസൺ അതാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റിനെ നമ്മളത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഈ കർമ്മ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എനിക്കങ്ങനെ എൻ്റെ ഫൈൻഡിങ്സ് ആണ്. കർമ്മയെ പല രീതിയിൽ ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഓരോരുത്തരുടെയും ഇതും ഓരോ ഇതായിരിക്കും. കാരണം ഇപ്പം അത് അറിയാം, നമ്മുടെ സെൽഫിന് അറിയാം. നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം ആനിമൽസ് ആണ്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, മറ്റ് ആനിമൽസിന് ഒന്നിനും വേറെ ഒരു മോട്ടീവും ഇല്ല. ഭക്ഷണം കഴിക്കുക, പ്രോപ്പറായിട്ട് സെക്സ് ചെയ്യുക, അത് മാത്രമാണ് അവരുടെ മോട്ടീവ്. ഇതേ മോട്ടീവ് തന്നെയുള്ളൂ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ടൊക്കെ. പക്ഷെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. പ്രകൃതിക്ക് ഒരിക്കലും വിനീത് കുമാർ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതിൽ ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, കാരണം എനിക്ക് എൻ്റെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ഫാറ്റ് വേണം, കാരണം ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് പ്രകൃതിയുടെ ആവശ്യമാണ്. അത്രയും ആവശ്യങ്ങളേ ഉള്ളൂ. നന്നായിട്ട് ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, പ്രോപ്പറായിട്ട്, അങ്ങനെ ഒരു ലിവിങ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കർമ്മ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ ഇതിന്റെ മുകളിലാണ്. മറ്റു ജീവികൾക്ക് കർമ്മയുണ്ടോ? ഇല്ലല്ലോ. എവിടെയാണുള്ളത്? ഇല്ല. ഓക്കെ. സ്റ്റേജ് ഓഫ് ഡിപ്രഷൻ. സ്റ്റേജ് ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ഇതുവരെ കടന്നിട്ടില്ല. ഞാൻ കടന്നു പോകാത്തത് കൊണ്ട് എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ വളരെ ഡിപ്രഷനിലേക്ക് പോയ ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അവരുമായിട്ട് ഇടപഴകിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കറിയാം. അത് ഇപ്പം നമ്മൾ ഈ സംസാരിച്ചതിൽ പല സ്ഥലത്തും ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഒരുപക്ഷെ ഞാൻ അത്തരം എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുത്ത ഉപദേശങ്ങളും അവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുമായിരിക്കും. അപ്പം എനിക്ക് അങ്ങനെ ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. കഴിഞ്ഞോ? താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ ആ സെഗ്മെന്റും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത നമ്മുടെ താളിയോലയിലേക്ക് ഞാൻ പോവാം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഇതെന്താന്ന് വെച്ചാൽ, ഈ താളിയോലയില് ഇതിനകത്ത് ഞങ്ങൾ ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ട്. അത് വിനീതേട്ടൻ ഉറക്കെ വായിക്കരുത് ആരുടെ പേരാണ്, കാരണം അടുത്ത ഈ എപ്പിസോഡിൽ ഇവിടെ വരാൻ പോകുന്ന ഒരു ഗസ്റ്റാണ്. അപ്പൊ അവരോട് വിനീതേട്ടൻ എന്തെങ്കിലും ഒരു ചോദ്യം, എന്താണ് അവരുടെ പേര് കാണുമ്പോൾ അവരോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ അതിവിടെ എഴുതാം. അങ്ങനെ. ഓക്കെ, അത് ഉറക്കെ പറയണ്ട, നമ്മുടെ ഓഡിയൻസിനുള്ള ഒരു സർപ്രൈസ് ആവട്ടെ. എഴുതിയോ? ഇനി അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ വിനീതേട്ടൻ, അതും പേര് പറയണ്ട, വിനീതേട്ടൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു സജഷൻ തരാമോ വേറൊരു ഗസ്റ്റിനെ, വിനീതേട്ടൻ ഇതുപോലെ എല്ലാം അറിയാൻ ആഗ്രഹമുള്ള ഒരു ഗസ്റ്റിന്റെ, ഒരു ആർട്ടിസ്റ്റിന്റെ പേര് ലെഫ്റ്റിൽ എഴുതിയാൽ മതി. എങ്ങനെ? വിനീതേട്ടനെ പോലെ ഞങ്ങൾ ഇപ്പം അടുത്തത് വേറെ ആരെ വിളിക്കണം എന്ന് വിനീതേട്ടൻ ഒരു സജഷൻ തരാമോന്ന്, അങ്ങനെ ഒരാളുടെ പേര് ലെഫ്റ്റിൽ എഴുതുക. വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ്, മെയിലോ ഫീമെയിലോ ആരെങ്കിലും. വിനീതേട്ടൻ ഇപ്പൊ അവരെ കുറിച്ച് ഇതേപോലെ, ഇതിപ്പം നമ്മൾ അവരുടെ ലൈഫിലൂടെ നമ്മളൊരു ഫുൾ ജേർണിയാണ് ഈ ഒരു പ്രോഗ്രാം. 3-4 സെഗ്മെന്റ്സ് ആയിട്ട് പോകും. അപ്പൊ നമ്മുടെ ഓഡിയൻസ് ഇത് കാണുമ്പോൾ അവർക്ക്
ഫുൾ മനസ്സിലാവുകയാണ് ഇവരെന്താണ് എങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു ലൈഫ് ജേണി വിനീതണ്ണ അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരാളുടെ പേര് എഴുതി കഴിഞ്ഞു. ആ ഓക്കെ, വിനീതണ്ണ ആഗ്രഹമുള്ള ഒരാൾ കഴിഞ്ഞു സംഭവം തീർന്നു. ഇനി അത് താളിയോലയും കഴിഞ്ഞു. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഹാപ്പിനെസ് ക്യാമ്പയിനിൽ ഇന്ന് നമ്മളോടൊപ്പം വിനീത് കുമാർ. വിനീതന്റെ ലൈഫിൽ ഏറ്റവും ഇതുവരേക്കുള്ള ഒരു ജേർണിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹാപ്പി ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു നിമിഷം ഏതാന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? എടോ, ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, എനിക്ക് ഓരോ ദിവസവും ഒരു ഹാപ്പിനെസ് മൊമെന്റ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് മൂമെന്റ്സ് ഉണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന. കാരണം കഴിഞ്ഞ പടം ചെയ്യുമ്പോൾ വേറൊന്നായിരുന്നു, ഈ പടം ചെയ്യുമ്പോൾ വേറൊന്നാണ്. അങ്ങനെ ഓരോ സ്റ്റേജിലും ഓരോ സ്ഥലത്തും അതെന്താണെന്ന് അറിയോ, എൻ്റെ മുഖത്ത് അതൊരു ഇങ്ങനെ ഒരു ചിരിയായിട്ട് ഇങ്ങനെ നിൽക്കും രാത്രിയും. അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലെത്തുമ്പോഴൊക്കെ പണ്ടൊക്കെ അമ്മ ചോദിക്കും എന്തോ ഇന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. ചിലപ്പോൾ അമ്മയോട് പറയാൻ പറ്റാത്തതായിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാനത് പറയും. അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു തമാശയായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൊമെന്റ്സ് എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ മോസ്റ്റ് ഹാപ്പിനെസ് മൊമെന്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ ഒരു മൊമെന്റ് ഇല്ല. ഒരുപാട് നല്ല എല്ലാം എന്നെ എക്സ്ട്രീം ഹാപ്പിനെസ് ആക്കിയ ഒരുപാട് നിമിഷങ്ങളുണ്ട് അല്ലേ? വിനീതൻ എപ്പോഴും ഉറക്കത്തിലും ചിരിക്കാറുണ്ട്. എന്താ അമ്മയും ഭാര്യയും പിള്ളേരും ഒക്കെ പറയണത്? ചിരിച്ചിട്ടില്ല ഉറക്കത്തിൽ ഞാൻ കാരണം എപ്പോഴും ചിരിച്ച മുഖമാണ്. ഉറക്കത്തിൽ ഡാൻസോ? അതായത് അന്ന് ചെന്നൈയിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ട്രെയിനിലാണ് ഞാൻ സ്കൂൾ ടൈമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ അച്ഛൻ പറയാറുണ്ട്, നീ രാത്രി എന്താ ഈ കൈകൊണ്ടും കാലുകൊണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അത് നമ്മൾ അറിയുന്നില്ലല്ലോ. അഭിനയിക്കുകയാണോ ഡാൻസ് ആടുകയാണോ? കാരണം എനിക്ക് എന്റെ ഒരു പ്രോസസ്സ്, ഞാൻ സ്കൂളിംഗ് ചെയ്യുമ്പോഴും ചില കുട്ടികൾ രാത്രി പഠിക്കാൻ മിടുക്കരായിരുന്നു, ചിലർക്ക് ഏർലി മോർണിംഗ്. എനിക്ക് ഏർലി മോർണിംഗ് പഠിക്കാനേ പറ്റില്ല. എനിക്ക് രാത്രി പഠിച്ച് ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് തലയിൽ നിൽക്കുകയും ചിലപ്പോൾ പുതിയ ഐഡിയാസ് ഒക്കെ വരുന്നത് ഈ ഉറക്കത്തിലാണ്. ചില സ്വപ്നങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സീനായിട്ടൊക്കെ കിട്ടാറുണ്ട്. അതപ്പോൾ ഞാൻ പിന്നെ എഴുതാന്നൊക്കെ ആലോചിക്കും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് മറന്നു പോകും. അപ്പൊ അതുകൊണ്ട് ചില ഉറക്കത്തിൽ നിന്ന് ഞാൻ ആ സ്വപ്നം കണ്ട് ഉടനെ തന്നെ ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെ ചില സാധനങ്ങളൊക്കെ. അപ്പൊ അതുപോലെ ഉറക്കത്തിൽ ഞാൻ ചിരിക്കുന്നുണ്ടാവും. അത് എന്നാലും ഭാര്യ പറയാറുണ്ടാവില്ല. ഇപ്പൊ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നീലയാണ് ഉറക്കത്തിൽ ഇരുന്ന് ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു ചിലപ്പോൾ ഞാൻ രാവിലെ അപ്പൊ അത് അവരറിയുന്നില്ല, എന്തോ കാണുമ്പോഴോ എന്തോ ഫുൾ ടൈം ഉറക്കത്തിൽ ചിരിച്ച മുഖം. ഞാനെന്റെ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് അതെ ഞങ്ങൾ നോക്കിയപ്പോ ഇരുന്ന് ചിരിയോടോ അപ്പൊ ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞു, മോളായിരുന്നു കണ്ടു കിളവനായില്ലേ, ഇനി ഉറക്കത്തിലിരുന്ന് കണ്ട് ആരെയൊക്കെയാ ഡ്രീം ചെയ്തിട്ടിരുന്ന് ചിരിക്കണമെന്ന് അറിയില്ല. സാരമില്ല മോളെ, ഡിസ്റ്റർബ് ചെയ്യണ്ട ഞാൻ പറയും. ഞാൻ ഇതിനിടയിൽ ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ, കാരണം നിഖിലിന്റെ അടുത്തുള്ള എന്റെ എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിഖിലിന്റെ നമ്മുടെ കോമൺ സുഹൃത്തുക്കൾ വേറെയുണ്ട്. അപ്പൊ നിഖില് മുടി വെട്ടാനായിട്ട് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ പോകുന്ന ആളായിരുന്നു ആ സമയത്ത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഹൈ ആയിരുന്നു. അതായത് അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നിഖിലിന്റെ ചിരികൾ സൂക്ഷിക്കേണ്ടിയിരിക്കും. അതെ, സൂക്ഷിക്കേണ്ടിയിരിക്കും. ഈ പ്രായത്തിലും അവൻ ഉറക്കത്തിൽ ചിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എന്തായാലും ഈ ചിരിച്ച മുഖം, ഈ ഒരു ഐശ്വര്യമുള്ള മുഖം, ഈ ഒരു ഐശ്വര്യം അതേപോലത്തെ ഐശ്വര്യവും പുഞ്ചിരിയും നിറഞ്ഞ ജീവിതം തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.